ഇപ്പൊ ബസ്സിലൊക്കെ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ പേടി വരുന്നൊരു സിറ്റുവേഷനിലാണ് ഇപ്പൊ നമ്മളുള്ളത്, ആണുങ്ങളൊക്കെ. പിന്നെ സത്യം എന്തല്ലേ, അതായത് മ- അറിയാതെ ഒന്ന് തട്ടിയാ തന്നെ പണിയാവുന്നു, ആ, അത്ര ഇതായി. ഉം. ഈ ന്യൂസ് ഒക്കെ കാണുമ്പോഴാണ് പുരുഷ കമ്മീഷന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള മനസ്സിലാവുക. രാഹുൽ ഈശ്വർ ആദ്യം ഒന്ന് പറഞ്ഞപ്പോ ആ എല്ലാരും അതിന് കളിയാക്കി വിട്ട്. അതെ ഇപ്പോഴാണ് അതിന്റെ ഇമ്പോർട്ടൻസ് അറിയുന്നത്. അതെ. ഇതിന് സപ്പോർട്ടിന് കുറെ ലേഡീസും ഉണ്ട്, പക്ഷെ ഉം ഉം. ഇങ്ങനത്തെ ഓരോ ലേഡീസ് വരുമ്പോഴാണ് പ്രശ്നം. അതെ, സ്ത്രീകൾക്ക് സുരക്ഷ വേണ്ട എന്നല്ല പറയുന്നത്, പുരുഷന്മാരെ കുറച്ച് റെസ്പെക്ട് ഒക്കെ വേണം. ഇത് ചുമ്മാ പുരുഷന്മാർ ഈ സൊസൈറ്റി ഉള്ളതല്ല, നമ്മളൊരു ഒരു ക്രീച്ചർ അല്ല ഇവിടുത്തെ. നമ്മള് മറ്റേ എന്തോ വാടകയ്ക്ക് കിട്ടിയ സാധനം പോലെയാണ്, അതാണ് എപ്പോഴേലും എടുത്ത് കളയാ ആ ഒരു മൈൻഡ് സെറ്റ്. എന്താ ചെയ്യാ. ആ പുള്ളി ആത്മഹത്യ ചെയ്തു, ചിന്തിച്ചു നോക്ക് എത്രത്തോളം വിഷമം ഉണ്ടായിട്ടാണ് പുള്ളി അത് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ അത്ര ആൾക്കാരുടെ മുന്നിൽ, ഫാമിലിയുടെ മുന്നിലൊക്കെ ആളെന്താ പറയാ നെഗറ്റീവ് ഷെയ്ഡിലോട്ട് പോവല്ലേ. അതിനെ പറഞ്ഞു, ഈ പുള്ളിയെ പറ്റി പറയുന്നുണ്ട് ആൾക്കാര്. എന്ത് ഇങ്ങനത്തെ ഒരു പരിപാടിക്കോ ഇത്തരത്തിൽ മോശപ്പെട്ട പരിപാടിക്കോ പുള്ളി ഇതിനു മുൻപ് ഒരിക്കലും കമ്മിറ്റഡ് ആയിട്ടില്ല അത്ര. പുള്ളി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടും കൂടി ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു സംഭവം. പെട്ടെന്ന് വെച്ച് പബ്ലിക് മൊത്തം അറിയണ കൂട്ടത്തില് അത് ചെയ്യാത്ത തെറ്റിന് അതാണ് അറിയണത്. ആ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാ കാണാം, അമ്മച്ചി ആ ചേച്ചി അങ്ങോട്ട് നീങ്ങി നിൽക്കുന്ന അയാൾ അണ്ണാക്കിലോട്ട്. ഇവളെന്താ മറ്റേ എന്തോ ഒരു സ്റ്റാച്യൂന്റെ മുന്നിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കണാരി അങ്ങോട്ട് തള്ളി കേറിങ്ങാണ്ട് തട്ടട്ടെ അതുവരെ കേറുണ്ട്. അതെ, ഡോറിന്റെ അവിടെ നിക്കുന്നത്. ഒന്നെങ്കിൽ വണ്ടി ബ്രേക്ക് പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അത് എല്ലാരും ഇതാവും, ഇത് അവള് മാത്രം എന്താവുന്നുള്ള അയാൾ അണ്ണാക്കിലോട്ട് ചെല്ലുന്നുള്ളൂ. അങ്ങോട്ട് ചെല്ലുക, അല്ലാതെ അയാൾ ഇങ്ങോട്ട് വന്നില്ല. അയാൾ എഗ്രയിൽ ഇറങ്ങി പോവാന്നുള്ള മൈൻഡ് സെറ്റിൽ നിൽക്കുകയാണ്, അത്രയും തിരക്കവസ്ഥയില്. അത്രയും കൺജക്റ്റഡ് ആയിട്ട് നിൽക്കാണ്. പുള്ളിക്കാരനെ ഇറങ്ങാൻ തന്നെ സ്പേസ് ഇല്ല. അപ്പൊ അറിയാതെ ഇളക്കിയതാണ്. പുള്ളി ഇളകിയിട്ടില്ല, ഇവർ അങ്ങോട്ട് ചെന്നത് ആ ഗ്യാപ്പിലോട്ട് നീങ്ങി നിന്നപ്പോ തട്ടിയതാണ്. അങ്ങോട്ട് നീങ്ങുന്നില്ല, ഒരിക്കലും തട്ടത്തില്ല. ആ വീഡിയോ ശ്രദ്ധിച്ച് ഫ്രെയിം ബൈ ഫ്രെയിം നോക്കിയാൽ മനസ്സിലാവും, ഒരിക്കലും തട്ടത്തില്ല. അങ്ങോട്ട് ചെന്ന് തട്ടിച്ച്, എന്നിട്ട് ന്യൂസിൽ വന്നപ്പോ ഇവരെ ഫേസ് ഒക്കെ ബ്ലർ ചെയ്തിട്ട്, ആ പുള്ളിക്കാരന്റെ ഫേസ് അപ്പോഴും ബ്ലർ ചെയ്തിട്ടില്ല, ഇവളത്തെ ബ്ലർ ചെയ്ത്. എന്നിട്ട് ഇപ്പൊ നോക്കുമ്പോ അവളുടെ അക്കൗണ്ടും എന്താ പറയുന്നതാണ്, ലൈക്ക് പ്രൈവറ്റ് ആക്കിയാണ്, പബ്ലിക് ആയിരുന്നു അത്ര ആദ്യം. എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ ഈ അക്കൗണ്ട് സംഭവം ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നത്. ഇവരെ അക്കൗണ്ട് ഇപ്പൊ പ്രൈവറ്റ് ആണ്. മാത്രല്ല ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 10K മുകളിൽ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് അത്ര. ഫോളോവേഴ്സ് കുറഞ്ഞു പറഞ്ഞിട്ടുണ്ട്, 11K ഉണ്ടായിരുന്നു, 10 ആ വീഡിയോ ഡിലീറ്റ് ആക്കി. അത് തെറ്റിയതല്ലെങ്കിൽ പിന്നെ അവരെന്തിനാ വീഡിയോ ഡിലീറ്റ് ആക്കേണ്ട ആവശ്യം? അപ്പൊ ഇവൾക്ക് അറിയാം ഇവളെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത്, അതിന്റെ ആവശ്യമില്ല. അതെ, ഇതിന്റെ ഒക്കെ പ്രശ്നം പെണ്ണുങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം. നാളെ ഇതുപോലെ എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായ പെൺകുട്ടിക്ക് വീഡിയോ എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. രണ്ട് രീതിയിൽ വരെ ബാധിക്കുക. ഒന്ന് ഇവരിങ്ങനെ വീഡിയോ എടുത്ത് ഇറങ്ങുമ്പോ എന്താ വിചാരിക്കുക, അത് ഉടായ്പാണ്. ഈ ഒരു പൊളിറ്റിക്കൽ ന്യൂസ് കാരണം എന്ത് ചെയ്യും, ഈ സ്ത്രീയും കൂടി ബാധിക്കും. നാളെ ഒരു വ്ളോഗറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഇപ്പൊ ആക്ച്വലി ആ ഒരു സ്ത്രീ അബ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് വിചാരിച്ചോ, അത് ഫേക്ക് ന്യൂസ് ആയിട്ട് ആൾക്കാർ കാണും ചെയ്യും, കാരണം ഈ ന്യൂസ് ഉള്ളതുകൊണ്ട്. അതെ, കാര്യം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ ആൾക്കാര്. അതെ, എന്തൊരു അവസ്ഥ നോക്കണേ. ഇതിപ്പോ ഇനി ബസ് പോക്കാണ് നിർത്താ, നടന്നു പോവാ, ട്രാൻസ്പോർട്ടേഷൻ നിർത്തുക ബസ്സിലുള്ള. അല്ലെങ്കിൽ എന്താ അറിയോ, നിങ്ങളെ കണ്ട ആ ഭാഗത്തേക്കേ പോണ്ട. അതന്നെ, അങ്ങനെ അയക്കണു പോണേ. ഇല വന്ന് മുള്ളില് വീണാല്, മുള്ളു ചെന്ന് ഇലയില് വീണാല് ചീത്തപ്പേര് മുള്ളിനാണ്. മോനൊടിഞ്ഞു പോലെ. മറ്റേ മല്ലു ട്രാവലർ ഉണ്ടല്ലോ, മൂപ്പരാറ്റ് ഒരു വീഡിയോ ഇപ്പൊ എടുത്തിട്ടുണ്ട്. മറ്റേ ഗതാഗത മന്ത്രി KSRTC ഇനി 2 ഭാഗങ്ങളാക്കണം. മല്ലു ട്രാവലർ മറ്റേ ഇവനല്ലേ, മല്ലു ട്രാവലറിന്റെ സീക്രട്ട് ഏജന്റ് അല്ലേ? സീക്രട്ട് ഏജന്റ് ഞാൻ കണ്ടില്ല, മല്ലു ട്രാവലറിന്റെ കണ്ടേ. മൂപ്പരും പറഞ്ഞു. അല്ല ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നത് കുഴപ്പമുണ്ടാ? ഇല്ലല്ലോ, കുഴപ്പമില്ല. അവര് ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, നമ്മളായിട്ട് ഇട്ടാലല്ലോ. അല്ല, അവർക്ക് റീച്ച് കിട്ടൂലേ. എന്തായിക്കോട്ടെ, എന്തെങ്കിലൊക്കെ ആവട്ടെ, നമുക്ക് കുഴപ്പമില്ല. മറ്റേ ഒരു അപ്പൂപ്പന്റെ വീഡിയോ ഉണ്ടായിരുന്നോ, മൂപ്പര് ഇതേമാതിരി ഇറങ്ങി, നമ്മക്കും ആണുങ്ങൾക്കും പറ്റും. പക്ഷെ ഈ സംഭവം എന്താ അറിയോ, ഇങ്ങനെ വീഡിയോ എടുത്ത് നാളെ ഇതുപോലെ പയ്യനൊരു സിറ്റുവേഷൻ ആയിട്ട് അവൻ വീഡിയോ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എവിടെയും കാണിച്ചെന്ന് വെച്ചോ, ഒരാൾ മൈൻഡ് ചെയ്യാൻ പോണില്ല.
ഇല്ല. നേരെ തിരിച്ച് പെണ്ണാണെങ്കി അത് മതി. അവിടെയാണ് ഈ രാവിലേശ്വർ പറഞ്ഞ പോലെ എന്താണ് പുരുഷ കമ്മീഷൻ എന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇത് ചിന്തിച്ചാ മതി. ഇതിപ്പോ ആ പെണ്ണിന്റെ പേരിൽ ഒരു കേസ് പോലും എടുത്തിട്ടുണ്ടാവില്ല. ഇല്ല, പെണ്ണല്ലേ. അതിന്റെ ഇതില്ല. എന്താ ചെയ്യാ? ഇത് നേരെ ഉൾട്ടായിരുന്നെങ്കിലാ. എന്നാ പിന്നെ പുള്ളി ഒന്ന് ആലോചിച്ചോക്കാം. സോഷ്യൽ മീഡിയ ഹറാസ്മെന്റ് പോട്ടെ, ലീഗൽ എന്താ ഇഷ്യൂ? ലീഗലി പറയേണ്ട ആവശ്യമില്ലല്ലോ. പറയണ്ടല്ല. അതെ, പുള്ളിക്കാരൻ പാസ്റ്റിൽ ചെന്ന് ഇങ്ങനെ ആയിരിക്കും പറയാം. ആൾക്കാരോടൊക്കെ നടന്ന് ചോദിക്കുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ പറയുന്നത്, പുള്ളി പണ്ട് LKG പഠിക്കുന്ന സമയത്ത് എനിക്ക് അറിയാം പറ്റ പെണ്ണിന്റെ ബിസ്ക്കറ്റ് അടിച്ചോണ്ട് പോയതാണ്, അപ്പൊ അന്ന് തന്നെ പിഴയെന്ന് പറയും. ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം വരെ ഇതിലോട്ട് മിക്സ് ചെയ്തായിരുന്നു. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇല്ല ഇയാളെ പറ്റി പറയാന്. എന്നിട്ട് ഇവിടെ ഇമാര് പരിപാടി കാണിച്ചു. എന്താ ചെയ്യാ? ഇവളെ പറ്റി നാട്ടുകാർക്ക് നല്ല അഭിപ്രായം ഒന്നുമില്ല. പഞ്ചായത്ത് മെമ്പറൊന്നും കാണത്രേ. എന്താ എന്തൊക്കെയാ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ആൾക്കാർക്ക് നല്ല അഭിപ്രായമല്ല അവളെ പറ്റി. സ്വന്തം നാട്ടുകാർക്ക് നല്ല അഭിപ്രായമല്ല. ഇവള് സൈക്കോളജിസ്റ്റ് അത്രേ. സൈക്കോളജി. എന്നിട്ട് വീഡിയോയിൽ എന്തൊക്കെയോ വന്ന് ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്. പകുതി ഒക്കെ സാധനം ആൾക്കാർക്ക് മനസ്സിലാവണില്ല. പുള്ളിക്കാരന്റെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂ ആൻഡ് സെക്ഷൽ ബൗണ്ടറി വയലേഷൻ അത്ര. എന്ത് ഇവിടെ കയറി ചെന്ന് കൊടുത്താണ്ട് അറിയാതെ തട്ടിയതാ. അതെ, അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തത്. എന്തെങ്കിലും ഒരു ഇഷ്യൂ തോന്നിയാ അപ്പൊ തന്നെ റിയാക്ട് ചെയ്യാ. അതെ, ഇനിയിപ്പോ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും നാട്ടുകാർക്ക് ആർക്കും ഒരു വില ഉണ്ടാവില്ല. ഇനിയിപ്പോ ഒരു പെൺകുട്ടി വീഡിയോ എടുത്താൽ പോലും അതൊരു അവര് ഡൗട്ട് ആവും. ഇനി ഇപ്പൊ റിയൽ ആയിട്ട് ഒരു പെൺകുട്ടിക്ക് ഹറാസ്മെന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു വീഡിയോ എടുത്ത് ചെല്ലുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ഡൗട്ടിലായിരിക്കും നിൽക്കുക, അത് ശരിക്കും ഉണ്ടായത് തന്നെയാണോ അതോ ഇനി ഫേക്ക് ചെയ്യിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ. അതെ, അപ്പൊ ഇനി എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടാവുന്നവര് ആദ്യം തന്നെ റിയാക്ട് ചെയ്യുക. ബസ്സിലെ കണ്ടക്ടറും അവിടെ വേറെ ആളുകൾ ഉണ്ടാവുമല്ലോ. ഒരാണിങ്ങനെയൊന്നും പറഞ്ഞിട്ട് എല്ലാവരും ഇപ്പൊ അങ്ങനെയാണെന്നില്ലല്ലോ. അപ്പൊ തന്നെ റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കവാലം പൊളന്ന ഒരു അടി കൊടുക്കുക. അടി കൊടുത്തിട്ട് അവന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ അവന് തിരിച്ചടിക്കാനുള്ള അവസരം കൊടുക്കുക. അതെ, ഈക്വാലിറ്റി വേണോ? അവർക്ക് പറഞ്ഞു ഈക്വാലിറ്റി വേണം എന്ന് പറഞ്ഞു. ഇക്വാലിറ്റി വേണം. അതെ, ഈക്വാലിറ്റി മുഖ്യമ്പിക്കില്ലേ, അതിന് വിട്ടിട്ട് കളിയില്ല. പിന്നെ റിപ്പോർട്ടർ ടിവിന്റെ കണ്ടില്ലേ? റിപ്പോർട്ടർ ടിവിയിൽ എന്താ സംഭവം കണ്ടില്ല. 24 തന്നെ. 24ന്റെ ഇതാക്കിയ ബ്ലർ ചെയ്തല്ലേ? ബ്ലർ ചെയ്ത് മൂപ്പരെ പറയാൻ തന്നെ വിടുന്നില്ല. അതെ, പുള്ളിക്കാരൻ ഇതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഇടയിൽ കൂടെ ഓക്കെ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അത്ര ഇമ്പോർട്ടൻസ് ഉള്ളൂ. അത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ അങ്ങനെ ആവൂല. തിരിച്ചായിരുന്നെങ്കി ഇപ്പൊ എന്തൊക്കെയായിരുന്നു. ഇതങ്ങനല്ല, ഇയാള് മരിച്ചോണ്ട് മാത്രമാണ് എന്ത് ന്യൂസ് ഇത്രയെങ്കിലും ആക്കിയത്. അതെ, ഇതുണ്ടാവൂല. ആണല്ലേ? അതെ, പിറ്റേ ദിവസം നാളെ ഇയാൾ ഒരു വീഡിയോ ഇട്ട് വരികയാണ്, ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, ഇതാണ് അവിടെ നടന്നത്, അവരിങ്ങോട്ട് എന്നിട്ട് വീഡിയോ എടുത്താൽ പോലും ന്യൂസ് അത് കവർ ചെയ്യൂല. ന്യൂസ് ആ പെണ്ണിന്റെ ന്യൂസ് മാത്രമേ എടുക്കത്തുള്ളൂ. അങ്ങനെ ഇതിന് മുന്നേ വേറെ ഏതോ ഇൻഫ്ലുവൻസർ എന്തോ ചെയ്തത്, ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുന്നു. ഇവരൊക്കെ എങ്ങനെ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കാൻ ഞാൻ ചിന്തിക്കണേ. മോശപ്പെട്ട രീതിയിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കേണ്ടത്? എന്ത് കാര്യത്തിൽ? ഇവരൊക്കെ സമൂഹത്തിന് വേണ്ടി എന്താ ചെയ്യുന്നത്? ഓരോ മിസ്ഇൻഫർമേഷൻസ് കൊടുക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ ഇതാക്കുക. ഫെമിനിസം എന്ന് പറഞ്ഞിട്ട് തെമ്മാടിത്തരം കാണിക്കുക. ഫെമിനിസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവരീ കാണിക്കുന്നല്ല ഫെമിനിസം. അതൊന്നല്ല, ഇവരെന്താ പറയാ, സോ കോൾഡ് ഇക്വാലിറ്റി. ആണും പെണ്ണും സെയിം ആണ്. അതെ, ആണും പെണ്ണും സെയിം ആവുക. രണ്ടുപേരും രണ്ട് പ്രവൃത്തിയാണ് അവർക്ക്. രണ്ടുപേർക്ക് അവരുടേതായ ക്വാളിറ്റി ഉണ്ട്, അവർക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതാണ് അത് ചിലത് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് എത്രത്തോളം ചെയ്യുന്നത് അതിൽ ട്രിഗർ ആയിട്ട് കാര്യമില്ല. അവർക്ക് ഒരു പ്രത്യേക കഴിവാണ് ഓരോരുത്തർക്കും. അതാണ് അങ്ങനല്ല കാണുന്നത്. ഇവരെന്തോ ഭയങ്കര പറയുന്നില്ല, പറഞ്ഞ നമുക്കായിരിക്കും കുറ്റം വരിക. ചെയ്തവർക്കും കുഴപ്പമുണ്ടാവില്ല, അത് കണ്ടവർക്കും കുഴപ്പമില്ല, പറയുന്ന നമുക്കായിരിക്കും കുറ്റം. വന്നവനും നിന്നവനും നന്നായപ്പോ നമ്മള് മോട്ടറായിരുന്നു.
അതെ. ഇപ്പൊ അവരച്ഛനും മക്കളും നമ്മള് നായിന്റെ മക്കളും. അതാണ് ഓരോരോ കഥ. ആ വീട്ടുകാരെ അവസ്ഥ ശരിയാണ്. അവര് ഒറ്റ മോനാണ്, മൂപ്പർക്ക് ഒറ്റ മോനാണ്, മൂപ്പര് ഒറ്റ മോനാണ്. ആ വീഡിയോ കാണണം, പുള്ളിക്കാരന്റെ ആ ബോഡി വീട്ടിക്കൊണ്ടെന്നുള്ള സമയത്തുള്ള ഫ്യൂണറലിന്റെ ഇതാ കഥ. ഇത് ആ കുടുംബത്തിൽ തന്നെ ഒരു ബ്ലാക്ക് മാർക്ക് വീഴുന്ന രീതിയിലാണ് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങള്. അതന്നെ അവരെ ഒരാള് കാണുമ്പോ കുട്ടികൾക്ക് ഒരു സ്ഥലത്ത് പോകാൻ പറ്റൂല, സ്കൂളിൽ പോവാൻ പറ്റൂല. എന്റെ പാരന്റ് അല്ലേ, എന്റെ ഇതല്ലേ എന്നുള്ള ചോദ്യം വരും. അതെ, ആ ഒരു രീതിയിലാവുമ്പോ അത് എൻറ്റയർ ഫാമിലിനെ തന്നെ ഇതാക്കുന്നത് ഇങ്ങനത്തെ ഓരോരോ മിസ്ഇൻഫർമേഷൻ കാരണം. അത് കഴിഞ്ഞിട്ട് ഇവരെന്താ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തെന്നോ SI വിളിച്ച് പറഞ്ഞതോ എന്തൊക്കെ പറഞ്ഞേട്ടാ. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചോദിച്ചപ്പോ അങ്ങനെ സംഭവം ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ട്, ഞങ്ങൾക്ക് അറിഞ്ഞിട്ട് പോലില്ല അങ്ങനെ. ശരി. ആ ഈ അപ്പൊ അതിനും കേസ് എടുക്ക. വീണ്ടും ഇല്ലാത്ത കാര്യമാണ് പറഞ്ഞത്, അത് പോലീസിന് ഇൻവോൾവ് ചെയ്തിട്ട്. അത് പോലീസുകാരനോട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷൻ ചെന്ന് വെച്ചപ്പോ അങ്ങനെ സംഭവം നടന്നിട്ടില്ല. അപ്പൊ തന്നെ അവർക്ക് കേസ് എടുക്കാനുള്ളതായിട്ടുണ്ട്. പുള്ളിക്കാരത്തി പുള്ളിക്കാരി പറയാൻ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി പറഞ്ഞെന്നോ അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞെന്നോ എന്തോ പറഞ്ഞു. സ്റ്റേഷനിൽ ചെന്ന് വടകര സ്റ്റേഷനിൽ SIനോട് ചോദിച്ചപ്പോ അങ്ങനെ സംഭവം ഉണ്ടായിട്ട് തന്നെ ഇല്ലാന്ന്. ഇവിടെ ഇതുവരെ ഒരു റിപ്പോർട്ടും കിട്ടിയിട്ടില്ലാന്ന്. അപ്പൊ തന്നെ പോലീസിന് ആക്ഷൻ എടുക്കാം, കാര്യം ഇല്ലാത്തൊരു കാര്യമാണ് പറഞ്ഞത്. എന്നിട്ട് അതൊന്നും ചെയ്യൂലല്ലോ, എന്ത് കാര്യം അത് ചെയ്യൂലല്ലോ. അവസ്ഥ. ന്യൂസ് ടീം അതിലും വലുത് പറഞ്ഞില്ലേ, ബ്ലറാക്കി വെക്കും. ന്യൂസിന്റെ പ്രോപ്പർ ആയിട്ട് ഒരു ന്യൂസ് പോലും ആക്കുന്നില്ല. എന്താണ് സംഭവം ഉണ്ടായെന്നുള്ള ആളുകളിലോട്ട് ഇൻഫർമേഷൻ എത്തിക്കുന്നില്ല. അപ്പോഴും ഇൻസ്റ്റഗ്രാമിലുള്ള മറ്റുള്ളവരൊക്കെ കാരണമാണ് നമ്മൾ ഇതൊക്കെ അറിയുന്നത്. ഇല്ലെങ്കിൽ ഇത് അറിയത്തു പോലും ഇല്ലാരും. നമ്മളാകെ മറ്റേ വീഡിയോ മാത്രമേ കാണുള്ളൂ ആ പെണ്ണിന്റെ, അതാണ് വൈറലായിട്ടുള്ളത്. അതാണ് ന്യൂസുകാരും കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അതിന് എന്ത് വിചാരിക്കും ഈ ലേഡിന്റെ ഭാഗത്താണ് ന്യായം, പുള്ളിക്കാരൻ മോശക്കാരനാണ്. റിയാലിറ്റി അറിയില്ല. റിയാലിറ്റി അറിയണമെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ പറഞ്ഞേ പറ്റൂ. ഇതിനെ നമ്പാൻ പറ്റൂല. ന്യൂസുകാരൊരിക്കലും നമുക്ക് നടക്കൂല. അങ്ങനെ ഒരു പാർട്ടിയാണ്, അതങ്ങനെ ടീമാണ് അവര്. അതെ, അവര് മറ്റേ ജനങ്ങളുടെ അതാണ് ഇതാണെന്നൊക്കെ വെറുതെ പറയണം. അവര് രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടും പല മതവാദികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂസ് മാറ്റി ഇതാക്കുന്നുണ്ട്. ലൂസിഫർ കണ്ടാ മതി, അതന്നെ ആക്ച്വലി സത്യം. അവർക്ക് ആര് ഫണ്ട് ചെയ്യുന്നു, അവരുടെ പക്ഷം. അതെ, സിസ്റ്റം മാറണം, ആളുകൾ മാറണം. ആളുകൾ മാറണം ആദ്യം. അതെ, മാറണം. ഇതുപോലത്തെ ആൾക്കാരൊക്കെ ചിന്തിച്ചോക്ക്, പഞ്ചായത്ത് മെമ്പറാണ്, അതിന്റെയൊക്കെ ആ വാർഡിന്റെ അവസ്ഥ ചിന്തിച്ചോക്ക്. പറഞ്ഞു ഒറ്റ ഒരുത്തം പുറത്തിറങ്ങിയത് എല്ലാ പയ്യന്മാരും വീട്ടിലിരുന്നാണെന്ന് പറഞ്ഞു. ഇതൊക്കെ മെമ്പർ ആയി കഴിഞ്ഞാലുള്ള അവസ്ഥ. വുമൺ എംപവർമെന്റ് പറഞ്ഞിട്ടേ ആണുങ്ങളെ മൊത്തം തുടച്ചു നിൽക്കുക, അതാണ്. അങ്ങനെ ആക്കോള് ഇങ്ങനെയാണ് പോക്കുന്നുണ്ടെങ്കിൽ. അതെ, പാർട്ടിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക, എന്തോ ചെയ്തത്രേ. രാജിക്കത്ത് കൊടുക്കാനാ. അന്നേരം രാജിക്കത്ത് കൊടുക്കാതെ വേറെ എങ്ങോട്ടോ പോയിന്ന്. എന്നിട്ട് ആ കത്തിന് ഇതായിട്ട് അവളെ പെർമിഷൻ ഇല്ലാതെ രാജിക്കത്ത് വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുക്കുക, അങ്ങനെയൊക്കെ എന്തൊക്കെയോ വിഷയമുണ്ട്. നമുക്ക് ഈ രാഷ്ട്രീയത്തെ കുറിച്ച് അറിയാത്തോണ്ട് വലിയ ഐഡിയ ഇല്ല. ഇതേമാതിരി അബുദാബിയിൽ ഒരു കേസ് ഉണ്ടായത്ര. അവിടെ പറഞ്ഞ്, അതായത് ഇവളിപ്പോ ഇവിടെ ഒരു മിസ്ഇൻഫോർമേഷൻ അല്ല കൊടുത്തത്. ഇതേപോലെ ഒരു ലേഡി ആരോ കൊടുത്തു അവിടെ. എന്നിട്ട് ഇവൾക്ക് പിഴയും കൊടുത്തു, ഇവളുടെ അക്കൗണ്ട് പെർമനന്റ് ഡിലീറ്റ് ചെയ്തു അബുദാബിയില്. അത്രയും വലിയ ഇഷ്യൂ ആണ് ഇവിടെ. അത് ഒന്നുമില്ല. ഇവിടെ അതില്ല. ഇത് അബുദാബി എന്ന് പറയുമ്പോ ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് കുറെ ദൂരം ഉണ്ടോ? എടാ GCC കണ്ടില്ലേ അബുദാബി, ദുബായിലെ തൊട്ടടുത്ത് തന്നെയല്ലേ? ദുബായിന്റെ അടുത്ത് തന്നെ. ആ കൺട്രി GCC കൺട്രീസിൽ പെട്ട. അവിടെ ഉള്ളവർക്ക് വരെ ബുദ്ധിയുണ്ട്. അവിടെ സ്ട്രിക്റ്റ് അല്ലേ, അതേപോലത്തെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ? ഇവിടെ എന്ത് പറയാൻ, ആണുങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഇതുപോലും ഇല്ല ദയവത്തി നോക്കുകയാണെങ്കിൽ. ഒരു പുരുഷാവകാശ കമ്മീഷനാ. ഒന്നുമില്ല.
എന്ത് പറ്റിയാലും അത് നിന്നോണം അവിടെ. അതെ, അനുഭവിച്ചോളൂ. അനുഭവിച്ചോന്ന്. അല്ലാതെ അവർക്കൊന്നും പറയല്ല, വേറെ ആർക്കും ഒന്നും പറയല്ല. ഇത് പ്രോപ്പറായിട്ട് ഫൈൻ ഈടാക്കിയിട്ട് അവളെ കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ആ കുടുംബത്തിന് ഉണ്ടായ നഷ്ടങ്ങൾ നികത്തേണ്ടി വരും. ഇവളെ ആക്ച്വലി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തല്ലോ, ആ ബസ്സിലുള്ള. ഡിലീറ്റ് ചെയ്തു. ആ ഡിലീറ്റ് ചെയ്തിട്ട് ഓള് വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ട്. ഒരു എക്സ്പ്ലനേഷൻ. അതിന്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാ അറിയോ? ഇത് വ്യൂസിന് വേണ്ടിയോ അറ്റൻഷന് വേണ്ടിയോ അല്ല ചെയ്യണത്. അതെ അതെ. എന്ത് മറ്റൊരുത്തൻ ചെയ്യാത്ത തെറ്റ് അയാളെ പഴിചാരിയിട്ട് ഓൾ അതിന് എക്സ്പ്ലനേഷൻ ഇടുക. എന്നിട്ട് വ്യൂസിന് വേണ്ടിട്ടല്ല. ഇയാൾക്ക് എന്തൊക്കെയാ സെക്ഷൽ ബൗണ്ടറി വയലേഷൻ ആണ്, മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. ഇയാളെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. പുള്ളിക്കാരത്തെ വീഡിയോ ഇട്ട എന്തിനാ അറിയോ? അതില് പറയണത് ആ മറ്റേ ബസ് എന്നുള്ള വീഡിയോ ഇട്ടതിന്റെ കാരണം പുള്ളിക്കാരന്റെ ബിഹേവിയർ മാറ്റാനത്രേ. അതിനെന്തിനാണ് ഇയാൾ ചെയ്യാത്ത തെറ്റിന് അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്തൊരു കാര്യം പുള്ളിക്കാരത്തി പബ്ലിക്കലി പറഞ്ഞിട്ട് ഇയാളെ മോശപ്പെടുത്തുന്നു? ഇവൾക്ക് നേരിട്ട് പറഞ്ഞാ പോരെ, ഡയറക്റ്റ് അവരോട് പറഞ്ഞാ പോരെ. എന്തോ ഹെൽപ്പ് ലൈൻ ഉണ്ട്, ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ടല്ലോ, കൊറേ വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ എന്നിട്ട് ബസ്സിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഓളൊരു സൈക്കാട്രിസ്റ്റ് ആണ്, ഒരു പ്രൊഫഷനിൽ നിൽക്കുന്ന ആള്. ഓളൊരു എത്തിക്സ് ഇല്ലാത്ത പരിപാടിയിലേക്ക് കാണിച്ചത് ഒരാളുടെ പ്രൈവസീനെ പബ്ലിക്കിൽ വിടല്ലേ. അതൊരു തെളിവില്ലാതെ നമ്മള് തെളിവെന്ന് പറഞ്ഞ് ബോധിപ്പിച്ചത് ഇവൾക്കെതിരുള്ള തെളിവാ. അതെ, അവൾ അങ്ങോട്ടാണ് ചെല്ലുന്നത്, ഇങ്ങോട്ട് വരുന്നതായിട്ട് ആർക്കും ഫീൽ ചെയ്യുന്നില്ല. ആർക്കും ഫീൽ കണ്ടറിഞ്ഞൂടെ? ഇവൾക്ക് കോണ്ടന്റ് വേണം. അതിന് ഇവള് കൊറേ പരിശ്രമിച്ച് കിട്ടുന്നില്ല. അവസാനത്തെ അടവാണ് ലാസ്റ്റ് കാണിച്ചത്. അത് കേറി ചെല്ലല്, കണക്കിന് കിട്ടിയില്ല. അപ്പൊ എന്ത് കിട്ടാൻ? ആ മനുഷ്യന്റെ ജീവൻ പോയി എന്നല്ലാതെ. അതെ, കേസും കാര്യങ്ങളൊന്നും എടുക്കൂലല്ലോ. അതെ, ലോയർ ബ്രോ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബർ അല്ല, ലൈക്ക് ഇൻസ്റ്റാഗ്രാമർ ഉണ്ട്, കണ്ടിട്ടുണ്ടാവും ചിലപ്പോ. ഈ നിയമങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ പറയുന്ന ഒരു ആളാ. പുള്ളി പറയുന്നത് എന്താ വെച്ചാല്, ഇത് പ്രൂവ് ചെയ്യാണെന്നുണ്ടെങ്കിൽ മാത്രമേ കേസ് എടുക്കാൻ പറ്റത്തുള്ളൂ എന്നാ. അതായത് ആത്മഹത്യാ പ്രേരണയാണ്, ഈ വീഡിയോ കാരണമാണ് അയാൾ ആത്മഹത്യ ചെയ്തത് എന്ന് പ്രൂവ് ചെയ്യണത്രേ. അത് പ്രൂവ് ചെയ്യാൻ ഇതുവരെയുള്ള ഓരോ ഫാമിലീസിന്റെ മൊഴിയൊക്കെ അങ്ങനെ തന്നെ ആണല്ലോ. പുള്ളി ആത്മഹത്യാ കുറിപ്പോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വെച്ചിട്ടില്ല. അപ്പൊ അത് പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടി നല്ല റിസ്ക് ആയിരിക്കും പറയുന്നത്. അത് ഈ ആണിന്റെ കാര്യം ആയതുകൊണ്ട് മാത്രമാണ്. നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഒരു ഇതും ഇല്ല. ഇപ്പൊ മറ്റേ ജ്യൂസിൽ വിഷം കൊടുത്ത കേസ് ഉണ്ടായിരുന്നല്ലോ, അതെന്തേന്ന്? അതെ, എത്ര കാലം പരിശ്രമിച്ചിട്ടാ വിധി ഒന്ന്. അതാണ്, ഫുൾ തെളിവുണ്ടായിട്ട് പോലും അവൾക്കെതിരെ കേസ് ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? കേസുണ്ടായിരുന്നില്ല. അതാണ് ചിന്തിച്ചു നോക്ക്, അവളാണ് അത് ചെയ്തതെന്നൊക്കെ ഉറപ്പാണ്, എന്നിട്ടും അവളുടെ പേരിൽ ഒന്നുമില്ല. എന്തിന് തുടക്ക സമയത്ത് ഇവിടെ ഫോട്ടോ പോലും കാണിച്ചിട്ടില്ല. ഈസ് എ ബ്രൈറ്റ് സ്റ്റുഡന്റ്. എന്ത് എഡ്യൂക്കേഷൻ ഉള്ളതെന്ന്. എഡ്യൂക്കേഷൻ നന്നായാ പോരാ, സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവിയർ ഒന്ന് പഠിക്കണ്ടേ? അതാണ് ഈ എഡ്യൂക്കേഷൻ കോപ്പ്. അതൊക്കെ ഇവര് പറയുന്ന സിസ്റ്റത്തിൽ അടിമയായിട്ട് നിൽക്കാനുള്ള ഒരു സംഭവം മാത്രമാണ്. അതാണ് ഐഡിയാസിനെ കെടുത്തി എന്ത് ചെയ്യാണ്, പേപ്പേഴ്സിന് വാല്യൂ കൊടുക്കുക, ക്വാളിഫിക്കേഷന് വാല്യൂ കൊടുക്കുക. എഡ്യൂക്കേഷൻ അല്ല റിയൽ ലൈഫ്. അറിവും തിരിച്ചറിവും വേറെയാണ്. അറിവ് അമ്മമാര് തരുന്നു പറയുന്നുണ്ട്, അറിവൊന്നല്ല, തിരിച്ചറിവ് വേറെ തന്നെയാണ്. ഒരു സ്ഥലത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരാളോട് എങ്ങനെ സംസാരിക്കണം, ഒരാളോട് എങ്ങനെ അവർക്ക് എത്ര റെസ്പെക്ട് കൊടുക്കണം എന്നുള്ളതൊക്കെ പഠിപ്പിക്കണം. ഇതൊന്നും പഠിപ്പിക്കുന്നില്ലേ. ഇതിന്റെയൊക്കെ ഇതാണ് ഈ കാണുന്ന ഈ പെണ്ണുമ്പിള്ള കാണിച്ചത്. കറക്റ്റ് പ്രോപ്പറായി സൈക്കാട്രിസ്റ്റ് ആണ് അത്ര. നോക്കാം, വല്ല വ്യാജ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അറിയാം, അതിന് തെളി ബോധിപ്പിച്ചാ അറിയും. പഠിച്ചിട്ട് തന്നെയാണോ എടുത്തിട്ടുള്ളത് എന്നുള്ളത്. പ്രോപ്പർ മാനേഴ്സ് ഉണ്ട്. ബസ്സാണ്, ഒരു ബ്രേക്ക് പിടിച്ചാൽ തീരാവുന്ന കാര്യമുള്ളൂ. എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ് മേത്താവല്. പിന്നല്ലാതെ അല്ലെങ്കിൽ പിന്നെ അത്രയും ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ബസ്സിൽ പോവാതിരിക്കുക. ബസ് കയറി വീണ ആളുകളൊന്നും മേത്ത് തട്ടരുത്. അത് ഇല്ലോജിക്കലാണ്. അല്ലെങ്കിൽ മറ്റേ ഇയാള് പറഞ്ഞ 2 കമ്പാർട്ട്മെന്റ് ഒക്കെ ബസ്സുകള്. അതെ, നടുക്കൊരു കമ്പി വേലിയായിട്ട് കെട്ടിയ കോഴിക്കോട് പോലെ. എന്നിട്ട് അങ്ങനെ ആക്കി നിർത്തുക. ഒരു സൈഡിലാണ് ഒരു സൈഡിൽ പെണ്ണ്. അല്ലാതെ ഇതിനിപ്പോ എന്താ പറയാ,
പേയ്മെന്റ് ഒക്കെ ഗൂഗിൾ പേ ഒക്കെ. അതെ കണ്ടക്ടർ വേണ്ട, അയാള് മുട്ടിയാവും അടുത്ത വർഷം. അതെ, കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ എല്ലാരും ഇടയിൽ കൂടെ നടന്ന് ഷോ അടിച്ച് പോകുന്ന ഒരു മനുഷ്യനുമാണ്. എന്നാണ് അവന് കണ്ടക്ടറിന് കിട്ടുക? പേടിക്കണം, യാത്രക്കാർക്ക് എത്ര കിട്ടുന്നുണ്ടെങ്കിൽ കണ്ടക്ടർക്ക് ഇനി നോക്കോ, ഇനി എല്ലാ കണ്ടക്ടറും ഒരു സ്ഥലത്തിരിക്കലേ വിട്ടാ നോക്കോ, ഇനി പല കണ്ടക്ടേഴ്സിനും പേടിണ്ടാവും. ചേച്ചി എവിടുന്ന പൈസ മേടിക്കുമെന്ന്. അതാണ്, കാശ് വെക്കാനായിട്ടൊരു ബക്കറ്റ് ഉണ്ടാവും, ബക്കറ്റിൽ എല്ലാവരും കാശ് ഇട്ടാ മതി. പിറ്റേ ദിവസം അവൻ ജോലി രാജിവെച്ചിട്ട് പോകും. ഇതില് വേറെ സംഭവം പറയണ്ടേ, ഇവളെ ബസ്സിന്ന് വീഡിയോ എടുക്കണ്ടല്ലോ, അതില് ഇവള് പറയണത് എന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ത്രീ അൺകംഫർട്ടബിൾ ആയി, അത് കണ്ടിട്ടാണ് ഞാൻ പിന്നെ അതിനെ വീഡിയോ എടുത്തത്, വീണ്ടും എടുത്തത്. എന്നാ ഈ അൺകംഫർട്ടബിൾ ആയ ലേഡിന്റെ മൊഴി എവിടെ? അതെ, അങ്ങനെ ആള് വേണ്ടേ? പുള്ളിക്കാരത്തിക്ക് തോന്നാണ് ഫ്രണ്ടിലിരിക്കുന്ന അൺകംഫർട്ടബിൾ ആയി, അല്ലാന്നുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി കോണ്ടന്റ് ഇല്ല. അപ്പൊ എന്തായി, പല കഥകളും വെച്ച് ഉണ്ടാക്കിയിട്ട് അയക്കാണ്ട് കേറി കൊടുത്തു. അതെ, ഫീൽ ചെയ്തിണ്ടാവും. 9,000 ഫോളോവേഴ്സ്, കുറച്ചുകൂടി ഫോളോവേഴ്സ് കിട്ടിയ പുളിക്കോ? ഫ്രീ ആയിട്ട് കിട്ടിയല്ലേ, പ്രത്യേകിച്ച് ഒരു റിസ്കും ഇല്ല, വീഡിയോ എഡിറ്റ് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, നേരെ എടുക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്തെങ്കിലും റിസ്ക് ഉണ്ടാ? ഇത് കാണുമ്പോഴാണ് 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്തിരുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ നമ്മൾ നമിക്കേണ്ടത്. സത്യം, ഒരു 30 സെക്കൻഡിന്റെ വീഡിയോക്ക് വേണ്ടി പിള്ളേർ എന്തൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട് അറിയോ? ഇത് നാടറിഞ്ഞ്, ലോകം അറിഞ്ഞ്. ഇതൊന്നും ചെയ്തില്ല, കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് ഉണ്ടാക്കുന്ന ഓരോ വീഡിയോ, എന്നിട്ടാ അതിന് 10, 20, 30 വ്യൂസ്. ഈ വീഡിയോ ഒറ്റ ദിവസം കൊണ്ട് 100K വ്യൂസ്. അടങ്കൊമ്മാലേന്ന് പൊട്ടടാ. എഡിറ്റേഴ്സിന്റെ വിട്, സമൂഹത്തിന് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ അടുത്ത് മറ്റേതുണ്ടായിരുന്നല്ലോ, എത്ര ഓരോ ഷെയറിനും 1 kg വേസ്റ്റ് കളക്ട് ചെയ്യാറുണ്ട്. ഒരു പയ്യല്ലേ, എന്താ പറയാ, ഒരു സ്ഥലത്ത് ചെന്നിട്ട് അത് ക്ലീൻ ആക്കുന്നത്. അതന്നെ, അത് പുറത്തെവിടെ ഒന്നല്ല, നമ്മളെ നാട്ടിൽ തന്നെയാണ്. നമ്മളെ നാട്ടിൽ, കേരളത്തിലാണ്. അവന് കൊറേ വീഡിയോ ഇട്ടതിന് ശേഷം എന്താണെന്ന് തോന്നുന്നത് സപ്പോർട്ട് കിട്ടുന്നത്. അതൊന്നും കിട്ടൂല, സ്വാഭാവികം. മതി. നേരെ മറിച്ച് ഒരു ലേഡി വന്നാണ് ഒരു ചെറിയ ഷോട്ടിന് 2 ഡാൻസ് കളിച്ചാ ഇവന്റെ ലൈഫ് ടൈം വ്യൂസ് ആണ് കിട്ടുന്നത്. ഒറ്റ വീഡിയോക്ക്. അവർക്ക് സ്ത്രീകൾ പറയാം, അവർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല, അങ്ങനെ ഇല്ല, ഇങ്ങനെ ഇല്ല. അവർക്കാണ് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഓപ്പർച്യൂണിറ്റീസ്. ഈസി ആയിട്ട് കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന അവർക്കാ. ഒന്നും ചെയ്യണ്ട, 2 ഡാൻസ് കളിച്ചാൽ മതി, പിറ്റേ ദിവസം ഏതെങ്കിലും ആഡ് കമ്പനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്യൂട്ടി പ്രൊഡക്റ്റിന്റെ ആൾക്കാർ വീട്ടിൽ വന്നോളൂ, ഇത്ര ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ. അതെ, നല്ല പ്രയോറിറ്റി ഉള്ള ആൾക്കാർ തന്നെയല്ലേ ഇവര്. ഇങ്ങനത്തെ കുറെ ആൾക്കാരാണ്, ഇങ്ങനത്തെ കുറെ ആൾക്കാർ കാരണമാണ് അവരെ പ്രയോറിറ്റിയും കൂടി നഷ്ടപ്പെടുന്നത്. ഇനിയിപ്പോ നാളെ അവരെ ആ കണ്ണിലല്ലേ കാണും. വുമൺ 1 കപ്പ് ചായ. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് കാറ്റഗറി പെടുന്ന പെണ്ണുങ്ങള്. അതെ 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 അതെ, കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്ന ഒരുപാട് സ്ത്രീകളെ നമുക്കറിയാം. സ്ത്രീകളെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ പറ്റി സംസാരിക്കാനൊന്നും ആരുണ്ടാവില്ല, ആരുമില്ല. അത് വേറൊരു യൂണിവേഴ്സ്. We are in wrong universe, bro. നമ്മളൊക്കെ ജനറേഷനെ മാറിപ്പോയി. ജനറേഷൻ അല്ല, നമ്മളൊന്നും ജനിച്ച ജനറേഷൻ മാറിപ്പോയെന്നല്ല, ഈ ജനിച്ച ലോകം തന്നെ മാറിപ്പോയി. ഈ ജനിക്കാനേ പാടില്ലായിരുന്നു, ഉണ്ടാവാനേ പാടില്ലായിരുന്നു. അതൊന്നും കാണേണ്ടി വരില്ലല്ലോ കൂപ്പ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന, എന്തൊക്കെ കാര്യങ്ങളാണിത്, എന്തൊക്കെ അങ്ങനത്തെ ഒരു
ഫീമെയിൽസിനെയും ഫെമിനിസത്തെയും കുറിച്ച് പറയുമ്പോ നമ്മള് മറ്റാളെ മറക്കരുത്. ഇപ്പൊ അടുത്ത് ഏറി കയറില്ലോ ഗീത മോഹൻദാസ്. അത് നമുക്ക് അടുത്തേക്ക് എടുക്കാം. അയ്യോ കണ്ടറിയണം. നിർത്തിയാലേ? അപ്പൊ അതങ്ങ് നിർത്താലേ? ഓക്കെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, റെക്കോർഡായിട്ടില്ലാന്ന്. അയ്യോ അയ്യോ ദാസാ, എന്താടാ വിജയ.